നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് കേരള നിയമസഭയിൽ ഒട്ടനവധി കാര്യങ്ങൾ നടന്നു. ചർച്ചകളും ചോദ്യോത്തരവേളയും ഇങ്ങനെ രസകരമായ മറ്റു പല കാര്യങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളുമെല്ലാം കേരള നിയമസഭയിലുണ്ടായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമായിരിക്കും. അതായത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു കാര്യം ബോധിപ്പിക്കാനായി സഭയിൽ എണീറ്റു. അദ്ദേഹം ആ കാര്യം പറഞ്ഞു വരുന്നതിനിടയിൽ ഒരു കവറിൽ നിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് സ്പീക്കറെ കാണിക്കുന്നു. ആ കുപ്പിയിൽ നിറയെ മലിനജലമാണ്, കലക്കവെള്ളമാണ്. ആ വെള്ളത്തെ കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു കാര്യം ഉന്നയിച്ചത്. അത് മറ്റൊന്നുമല്ല, ഇത് ജലപീരങ്കിയിൽ നിന്നും പോലീസ് സമരക്കാർക്ക് നേരെ പ്രയോഗിച്ച ജലപീരങ്കിയിൽ നിന്നും ശേഖരിച്ചതാണ് പോലും. അങ്ങനെയുള്ള വെള്ളമാണ്. ആ വെള്ളം എത്രമാത്രം മലിനമാണ് എന്ന് നോക്കൂ. നമ്മൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടുവരുന്നത്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി ഈ കേരളം മുഴുവൻ പടർന്നു പിടിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇങ്ങനെയുള്ള കലക്കവെള്ളം, മലിനജലം ഒരു മനുഷ്യൻ്റെ ദേഹത്ത് വീണാൽ അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന ഈ മലിനജലം എന്തിനാണ് എൻ്റെ കുട്ടികളുടെ ദേഹത്ത് ഒഴിച്ചത് എന്ന ചോദ്യമാണ് പിണറായി വിജയൻ സ്പീക്കറോട് ചോദിച്ചത്, സ്പീക്കർ വഴി സർക്കാരിനോട് ചോദിച്ചത്. അതായത് ഇന്ന് രാവിലെ നിയമസഭയ്ക്ക് മുന്നിൽ ഏതാനും ചില വിദ്യാർത്ഥികൾ AIYF മറ്റോ 437 വിദ്യാർത്ഥികൾ അവിടെ വലിയ സമരം നടത്തി. ഈ സമരം നിയമസഭയ്ക്ക് തൊട്ട് മുന്നിലായി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ആ തടഞ്ഞതിനെ തുടർന്ന് ബാരിക്കേഡുകൾ ഇളക്കി മാറ്റാൻ കുട്ടികൾ ശ്രമിക്കുന്നു. പതിവ് കലാപരിപാടിയാണ്. അങ്ങനെ ഈ കുട്ടികൾക്ക് നേരെ ഈ ജലപീരങ്കി പ്രയോഗമുണ്ടാകുന്നു. സാധാരണ രീതിയിൽ പ്രയോഗിക്കുന്നതിനേക്കാളും വളരെയധികം ഫോഴ്സ് കുറഞ്ഞ ഒരു പ്രയോഗമാണ് ഇന്ന് നടന്നത്. ഈ ജലപീരങ്കി പ്രയോഗം പലതവണ നടത്തിയിട്ടും കുട്ടികൾ പിരിഞ്ഞുപോയില്ല. ഈ ജലപീരങ്കി നിരവധി തവണ പ്രയോഗിച്ചതിന് ശേഷമാണ് കുട്ടികളെല്ലാം വളരെയധികം ഉല്ലാസത്തോടുകൂടി ജലപീരങ്കി ഒഴിച്ച വെള്ളത്തിൽ കുളിച്ച് അർമാദിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് പിരിഞ്ഞുപോയത്, സമരം അവസാനിപ്പിച്ച്. അതിനുശേഷമാണ് പിണറായി വിജയൻ ഈ കലക്കക്കുപ്പി വെള്ളവുമായി നിയമസഭയിലെത്തി എൻ്റെ കുട്ടികൾക്ക് നേരെ എന്തുകൊണ്ട് ഈ കലക്കവെള്ളം പ്രയോഗിച്ചു എന്ന ചോദ്യവുമായി രംഗത്ത് വന്നത്. സംസ്ഥാനം മുഴുവൻ പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയല്ലേ എന്നൊക്കെയുള്ള ആരോപണവുമായി. അത് ഇരുതല മൂർച്ചയുള്ള ആരോപണമാണ്. അതായത് സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു എന്ന് ഒരു വാദം മുന്നോട്ട് വയ്ക്കാം. അതോടൊപ്പം തന്നെ പോലീസ് നിഷ്ഠൂരമായി ഇടതുപക്ഷാനുകൂല വിദ്യാർത്ഥി സംഘടനകളോട് പെരുമാറിയെന്നും കടുത്ത മനുഷ്യാവകാശ ലംഘനം നടത്തിക്കൊണ്ട് കലക്കവെള്ളം സമരക്കാർക്ക് നേരെ ജലപീരങ്കിയിലൂടെ പ്രയോഗിച്ചുവെന്നുമൊക്കെയുള്ള ആരോപണങ്ങളാണ് ഈ പിണറായി വിജയൻ ഉന്നയിച്ചത്. അതിന് വളരെ വിദഗ്ധമായി ഭരണപക്ഷം കൈകാര്യം ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ ഒരു പ്രതിപക്ഷ നേതാവായിരിക്കാൻ അല്പം തന്ത്രവും മറുതന്ത്രവും ഒക്കെ അറിഞ്ഞിരിക്കണം. അങ്ങനെ തന്ത്രമോ മറുതന്ത്രമോ ഒന്നും അറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഇന്ന് ഒരിക്കൽ കൂടി ബോധ്യമായി. കാരണം പിണറായി വിജയൻ ഉന്നയിച്ച ഈ ആരോപണത്തെ വളരെ അയത്നലളിതമായി വളരെയധികം കൗശലത്തോടു കൂടിയാണ് ഭരണപക്ഷം അത് കൈകാര്യം ചെയ്തത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി തന്നെ എണീറ്റ് നിന്ന് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. അതായത് നമ്മുടെ പോലീസിൻ്റെ കീഴിലാണ് ഈ പറയുന്ന ജലപീരങ്കി ഉള്ളത്. ജലപീരങ്കിക്ക് ജലം നൽകുന്നത് ആരാണ് എന്ന് അങ്ങേക്കും അറിയാവുന്നതാണല്ലോ എന്ന് പിണറായി വിജയനോട് ആഭ്യന്തരമന്ത്രി ചോദിക്കുന്നു. അത് വാട്ടർ അതോറിറ്റിയാണ് ഈ ജലം നൽകുന്നത്. ഒരുപക്ഷെ പഴയ ചില അഴുക്കുകൾ ആ ജലപീരങ്കിയിൽ ഉണ്ടായിരുന്നിരിക്കാം. അതായിരിക്കാം ഈ കലക്കവെള്ളത്തിന് പിന്നിൽ എന്ന് അദ്ദേഹം ഒരു ചെറിയ ആരോപണ മുന അല്ലെങ്കിൽ ഒരു ദ്വന്ദ്വാർത്ഥം അതിനകത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു. അതായത് പഴയ ചില അഴുക്കുകൾ ഗവൺമെൻറ് വന്നിട്ട് ഏതാനും ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ. ഈ ദിവസങ്ങൾക്കകം തന്നെ എല്ലാ ജലപീരങ്കികളും ഇങ്ങനെ അടിച്ച് തളിച്ച് വൃത്തിയാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഗവൺമെൻറ് വരുമ്പോൾ കാര്യങ്ങൾ മാറും. അതിന് ചെറിയൊരു വേഗതയുണ്ട്. ആ വേഗതയിൽ മാത്രമേ കാര്യങ്ങൾ മാറുകയുള്ളൂ. പഴയ അഴുക്കുണ്ടായിരുന്നിരിക്കാം എന്ന് സമ്മതിക്കുന്നുണ്ട്. അത് CPM-നെതിരായിട്ടുള്ള ഒരു ആരോപണമാണ്. മാത്രമല്ല ഈ വെള്ളം അത് നല്ല വെള്ളമായിരുന്നോ അല്ലാത്ത വെള്ളമായിരുന്നോ എന്ന് പരിശോധിക്കാൻ ഇപ്പോൾ പിണറായി വിജയൻ കുപ്പിയിലെടുത്ത് പൊക്കി കാണിച്ച വെള്ളം അത് ഈ പറയുന്ന ജലപീരങ്കിയിൽ നിന്ന് ശേഖരിച്ചത് തന്നെയാണ് എന്നതിന് യാതൊരു ഉറപ്പുമില്ല. പിണറായി വിജയൻ പറയുന്നത് ഏതോ തോട്ടിൽ നിന്ന് ശേഖരിച്ചതാണ് പോലീസ് എന്നാണ്. എന്തായാലും തോട്ടിൽ നിന്ന് ശേഖരിച്ചതാണോ, വാട്ടർ അതോറിറ്റിയുടെ വെള്ളമാണോ, ദേഹത്തൊഴിക്കാൻ പറ്റുന്ന വെള്ളമാണോ പറ്റാത്ത വെള്ളമാണോ എന്നൊക്കെ പരിശോധിക്കാനായി അതിൻ്റെ സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം നടപടി സ്വീകരിക്കാം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചത്. പിന്നീട് പ്രതിപക്ഷത്തിനൊന്നും പറയാനില്ല. പ്രതിപക്ഷം അതിനെ എതിർക്കാൻ നോക്കിയപ്പോൾ സ്പീക്കർ അത് കൃത്യമായി തന്നെ അടിച്ചിരുത്തുന്നുണ്ടായിരുന്നു. കാരണം പറഞ്ഞില്ലേ, ഈ ആരോപണങ്ങൾ താങ്കൾ ഉന്നയിച്ച ആരോപണം ഭരണപക്ഷം നിഷേധിച്ചിട്ടില്ല.
അത് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് വരട്ടെ, അതിനുശേഷം ആ റിപ്പോർട്ടിനെ കുറിച്ച് നിയമസഭയിൽ അറിയിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് ഭരണപക്ഷം പതിയെ പിണറായി വിജയനെ കിണ്ടി ദൂരെ എറിയുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പിണറായി വിജയൻ്റെ കയ്യിലിരുന്ന ചെറിയ കുപ്പിവെള്ളം, ആ ചെറിയ കുപ്പിക്കകത്ത് എങ്ങനെയാണ് ജലപീരങ്കിയിൽ നിന്ന് വരുന്ന ജലം ഈ കുട്ടികൾ ശേഖരിച്ചത് എന്നതാണ്. കുട്ടികളാണോ ഇനി മുതിർന്ന CPM നേതാക്കളാണോ പോയി ശേഖരിച്ചത് എന്നറിയില്ല. ജലപീരങ്കിയിൽ നിന്ന് വരുന്നത് ശക്തമായ ഫോഴ്സിലുള്ള വെള്ളമാണ്. എത്ര ഫോഴ്സ് കുറച്ച് അടിച്ചാൽ പോലും ആ വെള്ളം ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ദേഹത്ത് വീഴുന്നയാൾ അവിടെ നിന്ന് തെറിച്ച് വീഴുകയാണ് പതിവ്. ഇതിനിടയിൽ ചെറിയ കുപ്പി വെച്ച് എങ്ങനെ ഈ വെള്ളം ശേഖരിച്ചു എന്നതാണ് സംശയം. മറ്റൊരു സാധ്യതയുള്ളത്, ഈ വെള്ളം റോഡിലേക്ക് വീഴും. റോഡിലേക്ക് വീണ് കഴിഞ്ഞാൽ ഇങ്ങനെ ധാരയായി ആ വെള്ളം ഒഴുകി വരും. ആ റോഡിൻ്റെ വക്കിലേക്ക് ഒഴുകി വരുന്ന സമയത്ത് അതിൽ നിന്ന് ശേഖരിക്കാം. അങ്ങനെ ശേഖരിക്കുന്ന വെള്ളമാണെങ്കിൽ റോഡിലെ അഴുക്കും ചെളിയും ഒക്കെ കാണും. എന്ന് പറഞ്ഞാൽ ജലപീരങ്കിയിലെ വെള്ളമാണ് ഈ അഴുക്ക് നിറഞ്ഞ വെള്ളം എന്ന കാര്യം അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് ശേഖരിക്കുന്നത് കൊണ്ട് തന്നെ തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ധമായി പിണറായി വിജയൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിവിദഗ്ധമായി പിണറായി വിജയനെ അക്കാര്യത്തിൽ ഭരണപക്ഷം കൈകാര്യം ചെയ്യുന്നതുമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ 10 വർഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നല്ലോ. അപ്പോഴും സമരങ്ങളുണ്ടായിട്ടുണ്ട്. ജലം തളിച്ചിട്ടുണ്ട്. ജലപീരങ്കിയിലുള്ള വെള്ളം അത് ശുദ്ധജലമല്ല, അതും അതിമാരകമായ കലക്കവെള്ളമാണ് എന്നുള്ള പരാതി ഇതിനു മുമ്പും ഉയർന്നിട്ടുണ്ട്. അന്നൊന്നും പരാതി മൈൻഡ് ചെയ്യാൻ ഈ പറയുന്ന മുഖ്യമന്ത്രി രംഗത്ത് വന്നിട്ടില്ല.